നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങുമ്പോൾ അത് ലാൻഡ് ആയാലും വീടായാലും ഒരുപാട് സ്പേഷ്യസ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു വീട്. 5 സെന്റ് സ്ഥലത്തിൽ 2100 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പടുകൂറ്റൻ വീടിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏറ്റവും പുതിയതായി വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു ബ്രാൻഡ് ന്യൂ 4 BHK വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. കാണുന്നത് പോലെ മോഡേൺ കണ്ടംപററി ഡിസൈൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തീർത്തും അട്രാക്റ്റീവും എലിഗന്റുമായിട്ടാണ് ഫ്രണ്ട് ഫസാഡ് ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ ആയാലും നല്ലൊരു വൈറ്റ് ആൻഡ് വുഡൻ കളർ തീം പ്രീമിയം ആൻഡ് ലക്ഷ്യൂറിയസ് ലുക്ക് തരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ വീട് ഇരിക്കുന്ന ലൊക്കേഷൻ ഒരുപാട് വീട് ഇറങ്ങുന്ന ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ഇവിടേക്ക് പ്രവേശിക്കുന്ന ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആദ്യമായി കാണുന്ന ഒരു വീടാണിത്. വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഴുവനായും ഇന്റർലോക്കിംഗ് ചെയ്തൊരു മുറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മുറ്റം മാത്രമല്ല ചുറ്റുമുള്ള സ്പേസസും ഇന്റർലോക്കിംഗ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ 5 സെന്റ് പ്ലോട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം വീടിന്റെ ചുറ്റുഭാഗത്തും ഒരുപാട് സ്പേസ് കിട്ടണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു വീട് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 വലിയ കാറുകളും ബൈക്കുകളും ഒക്കെ വളരെ ഈസിയായി തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീടിന്റെ ബാക്ക് യാർഡ് ആണ്. ഇവിടെ തന്നെ നനകല്ലും പ്ലാന്റേഷൻസ് ഓർ ഗാർഡനും പ്രൊവിഷൻസും വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണറും വേസ്റ്റ് ഒക്കെ ഇൻസിനറേറ്റ് ചെയ്യാനൊരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ വീടിന്റെ ചുറ്റും പല സ്ഥലങ്ങളിലായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസ് ഒക്കെ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ നല്ലൊരു നാച്ചുറൽ ഫ്രണ്ട്ലി തീമിൽ ധാരാളം ചെടികളൊക്കെ വച്ചുപിടിപ്പിച്ചിട്ടുള്ള സ്പേസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതും നല്ല ബ്യൂട്ടിഫുൾ ആയി ഓരോന്നിനും അതിന്റേതായ പൊസിഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ഫ്രണ്ട് എക്സ്റ്റീരിയർ വലിയൊരു കാർ തന്നെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാർ പോർച്ച് ഏരിയയും അതിനോട് ചേർന്ന ഒരു മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലോർ സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. സിറ്റിംഗ് ഏരിയക്ക് പുറമെ ബിലോങ്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ചെറിയ റാക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ മുതൽ തന്നെ ഫോൾ സീലിംഗ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ട് ഡോർ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിന്റെ എല്ലാത്തരം വുഡ് വർക്സിനും തേക്കും ആഞ്ഞിലി തടികളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു എൽ ഷേപ്ഡ് ഹോൾ ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു മോഡേൺ ഓപ്പൺ കിച്ചണും കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. ആദ്യമേ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ വളരെ സ്പേഷ്യസ് ആയ ഒരു സിറ്റിംഗ് ഏരിയ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു സൈഡിലെ വോൾ മോഡൽ ആയ ഒരു ടിവി യൂണിറ്റും കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. വലിയൊരു ടിവി പോലും ഈസി അക്കോമഡേറ്റ് ചെയ്യാനും മറ്റ് ഡിവൈസസ് ഒക്കെ പ്ലേസ് ചെയ്യാനും കഴിയുന്ന പ്രൊവിഷൻസ് ഒക്കെ തന്നെ ഇതിൽ അവൈലബിൾ ആണ്. വോൾസിലായാലും സീലിംഗിലായാലും അട്രാക്റ്റീവായ ഇന്റീരിയർ ഡിസൈൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ കഴിയും. പ്രീമിയം വൈറ്റ് ഫോർ സീലിംഗ് വർക്സിൽ LED വോം ലൈറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തീർത്തും ലക്ഷ്യൂറിയസ് ആയ ഫീലിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. വീടിനുള്ളിലെ ഫ്ലോറിംഗിനായി സൊമാനോയുടെ വിട്രിഫൈഡ് ടൈൽസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ ഏകദേശം 18x12 ഫീറ്റ് ഡയമെൻഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്നും അകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ഡൈനിങ് സ്പേസും ഓപ്പൺ കിച്ചണും ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കുള്ള ഡോറും കാണാൻ കഴിയും. നല്ലൊരു 8 സീറ്റ് ഡൈനിങ് ടേബിളിനെ വളരെ ഈസിയായി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് സ്പേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഏകദേശം 16x12 ഫീറ്റ് ഡയമെൻഷൻ തന്നെ വരുന്നുണ്ട്. ഇവിടെയും വ്യത്യസ്തമായ ഫോർ സീലിംഗ് വർക്സ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫോർ സീലിംഗ് വർക്സ് മാത്രമല്ല ഈ ഒരു സ്റ്റെയർ കേസും ഈ ഒരു സ്പേസിന്റെ ലക്ഷ്യൂറിയസ് ലുക്ക് ഒരുപാട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. കാണുന്നത് പോലെ ഇവിടെ തന്നെയാണ് വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല മോഡേൺ ആൻഡ് എലിഗന്റ് ആയി പ്രീമിയം ലുക്കിൽ തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ടീസ് ചെയ്ത് കാണും സ്റ്റെയർ കേസിന് താഴെയായിട്ട് ധാരാളം സ്റ്റോറേജ് ഓപ്ഷനുള്ള ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇൻവെർട്ടർ ഫെസിലിറ്റീസും വരുന്നത്. ഇനി വീടിനുള്ള ഏറ്റവും എസ്തെറ്റിക് ആയി ഈ ഒരു മോഡൽ ഓപ്പൺ കിച്ചണിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം ഞാനൊന്ന് കാണിച്ചു തരാം. ആകെ മൊത്തം 4 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടിനുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂംസുമാണ് കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ. ഈ പറഞ്ഞ 4 ബെഡ്റൂംസും ഒരുപാട് സ്പേഷ്യസ് ആയി വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും അവൈലബിൾ ആയവ തന്നെയാണ്. ഈ പറഞ്ഞ ബെഡ്റൂം ഏകദേശം 14x12 ഫീറ്റ് ഡയമെൻഷനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ വർക്സ് ആയാലും തീർത്തും അട്രാക്റ്റീവായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വീടിനുള്ളിലെ 4 ബെഡ്റൂംസ് കാണുന്നത് പോലെ ധാരാളം സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തരാവുന്നതാണ്. ബാത്റൂംസിലെ പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്സേഴ്സിനും ഒക്കെ സെറയുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. വോൾ ടൈൽസും ഫ്ലോർ ടൈൽസും ഒക്കെ ആയാലും നല്ല ഫ്ലാറ്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രീമിയം ലുക്കിൽ തന്നെയാണ് പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനുള്ളിൽ തന്നെ ഏറ്റവും എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയി ഈ ഒരു മോഡൽ ഓപ്പൺ കിച്ചണിനെ പറ്റി കാണാം. ഇവിടെ എനിക്ക് പറയാനായിട്ട് ഒരുപാട് അധികം സവിശേഷതകളുണ്ട്. എൻട്രൻസിൽ തന്നെ നല്ല ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ വോൾ ടൈൽസിന്റെ ക്യാബിനറ്റ്സിന്റെ കളർ കോമ്പിനേഷൻ നിങ്ങളെ തീർച്ചയായും അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനോടൊപ്പം കാണുന്നത് പോലെ തീർത്തും സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണിത്. ഇത്രയും സ്പേഷ്യസ് ആയതുകൊണ്ട് വർക്ക് ഏരിയ ഇല്ല എന്ന് വിചാരിച്ചു കാണും. ഇനി ഒരു വർക്ക് ഏരിയ കൂടെ ഈ ഒരു വീടിനുണ്ട്. ഈ ഒരു ഭാഗത്തെ സ്മോക്ക് എക്സോസ്റ്റിനുള്ള ചിമ്മിനി കൂടെ പ്ലേസ് ചെയ്തിരിക്കുന്നതും കാണാൻ കഴിയും. കിച്ചൺ മാത്രം ഏകദേശം 14x12 ഫീറ്റ് ഡയമെൻഷനാണ് സ്പേസ് വരുന്നത്. ഇവിടെ ഒരു എൻ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും വാഷ് ബേസിനും ചിമ്മിനിയും കൂടാതെ ഒരു ടോൾ യൂണിറ്റും അവൈലബിൾ ആണ്. പിന്നെ ക്യാബിനറ്റ്സ് ആയാലും മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തവയാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നാൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു വർക്ക് ഏരിയ കാണാൻ കഴിയും. ഇവിടെ ഒരു കൗണ്ടർ സ്ലാബും സിങ്കും സ്റ്റോറേജ് ഓപ്ഷനുള്ള ക്യാബിനറ്റ്സുമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വിഷ്വൽസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റെയർ കേസ് ഏരിയയിലേക്ക് പോകാം. കാണുന്നത് പോലെ ഹാൻഡിൽസ് ഒക്കെ തന്നെ തടിയിൽ ഒരുക്കിക്കൊണ്ട് വോൾസിലായൊക്കെ അട്രാക്റ്റീവായ ഡിസൈനിങ് കൊടുത്തുകൊണ്ട് വോൾ ഓപ്പണിംഗ്സും സീ ത്രൂ ഗ്ലാസും ഒക്കെ വരുന്ന ഒരു പ്രീമിയം അട്രാക്റ്റീവ് സ്റ്റെയർ കേസ് ഏരിയ തന്നെയാണെന്ന് പറയാൻ കഴിയും. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ലിവിംഗ് സ്പേസ് എന്ന് പറയാനൊരു പോർഷൻ ഇല്ല. എന്നാലും ഒരു കബോർഡ് വർക്ക് ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു കോറിഡോർ സ്പേസ് നമുക്ക് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആകമൊത്തം 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസും വളരെ വിശാലമായ ഒരു ബാൽക്കണി സ്പേസുമാണ് ഉള്ളത്. ആ
ഒരു ബാൽക്കണി സ്പേസ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഫോൺ എടുത്ത് വിളിച്ചു. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിലും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ജസ്റ്റ് ഒരു 11 കിലോമീറ്റർ മാത്രം മാറി തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രത്യേകത, വീടിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് 200 മീറ്റർ മാത്രം അകത്തേക്കാണ്. ഈ പറഞ്ഞ മെയിൻ റോഡിൽ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പും വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കടയിലേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ട് കൂടെ ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. അതുപോലെ സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും തൊട്ടടുത്ത് തന്നെ ലഭിക്കുന്ന ഒരു ലൊക്കാലിറ്റി തന്നെയാണിത്. ഈ അടുത്ത വർക്ക് ആരംഭിച്ച് അതിവേഗം പൂർത്തിയായ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണിത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളും സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും അവസാനമായി പൂർത്തിയായ ഈ ഒരു വീട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൊക്കാലിറ്റിയുടെ ഡിമാൻഡ് മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ തന്നെ ഫോൺ എടുത്ത് വെച്ച് വിളിച്ചു. തൊട്ട് മുന്നേ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി സ്പേസിലേക്ക് പോവുകയാണ്. കണ്ടില്ല എത്ര ബ്യൂട്ടിഫുൾ ആയ ഒരു സീനിക് വ്യൂ ആണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എയർഫോഴ്സിന്റെ കീഴിൽ വരുന്ന മൂക്കുന്നി മല വരെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കാം. സ്വന്തം വീട്ടിൽ ഇതുപോലൊരു വ്യൂ, ഹൈ റേഞ്ചിലൊക്കെ കാണുന്ന പോലെ ഒരു വാല്യൂ വ്യൂ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടാവും. ബാൽക്കണി സ്പേസ് പുറത്തുനിന്ന് നോക്കിയാലും തീർത്തും അട്രാക്റ്റീവായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ തന്നെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും തേക്കിലാണ്. അതുകൊണ്ട് ലൈഫ് സ്പാനിനെ പറ്റി കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടെറസ് ഫ്ലോറിലേക്ക് വന്നാലും ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഈ ഒരു വ്യൂ മൊത്തമായി കാണുന്നത് പോലെ കുറച്ച് ഉയർന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഫ്ലഡിങ്ങോ വെള്ളം കെട്ടി നിൽക്കുന്നതോ പോലെയുള്ള ഒരു ടെൻഷനും വേണ്ട. എന്നാൽ നിങ്ങൾ നോക്കിയ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. തിരുവനന്തപുരത്ത് ഇതുപോലൊരു സ്ഥലത്ത് ഇതുപോലൊരു വീട് വേറെ കിട്ടാനേ പോടില്ല. കാര്യം ഈ ഒരു വീട് മാത്രമേ ഇവിടെ ബാലൻസ് ആയിട്ടുള്ളൂ. പൂർണ്ണമായും വാസ്തുപരമായി 5 സെന്റ് സ്ഥലത്തിൽ 2100 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഈ ഒരു സുപ്രീം ക്വാളിറ്റി ലക്ഷൂറിയസ് 4 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് വെറും 88 ലക്ഷം രൂപ മാത്രമാണ്. ഈ സ്ലൈറ്റ്ലി നെഗോഷ്യബിളും കൂടെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്കും വീട് വിസിറ്റ് ചെയ്യാനുമായി ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തു. ഇതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടീസോ വീടുകളോ ഞങ്ങളിലൂടെ പരസ്യം ചെയ്ത് വിൽക്കുവാനായി ഞങ്ങളെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.